ശ്രീ രാജു പി നായർ ഇവിടെ അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു രാഹുലിനെ കൊണ്ട് നല്ല കാര്യം. അത് കഴിഞ്ഞ് MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ഉയരുന്നുണ്ട്. MLA സ്ഥാനം രാജിവെക്കുമ്പോൾ നിങ്ങൾ മുകേഷിലേക്ക് നോക്കൂ, മുകേഷ് രാജിവെച്ചോ, AK ശശീന്ദ്രനിലേക്ക് അദ്ദേഹം രാജിവെച്ചോ എന്ന വാട്ടബോട്ടറി പറയലാണോ നല്ലത്? അതോ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിലൂടെ നിങ്ങൾ പറയുന്ന ഞങ്ങൾ ഒരു പുത്തൻ മാതൃക കാട്ടി എന്ന് പറയുന്നതിലൂടെ MLA സ്ഥാനം രാജിവെപ്പിക്കലാണോ വേണ്ടത്, വാട്ടബോട്ടറി നോക്കാതെ? രാജു പി നായർ. ഹാഷ്മി, ഒരു രാഷ്ട്രീയ പാർട്ടി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് ഇത്തരത്തിലുള്ളൊരു വിഷയം വരുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ വാദത്തിന് വേണ്ടി അല്ലെങ്കിൽ സാങ്കേതികത്വത്തിന് വേണ്ടി പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി, നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത നിമിഷം വരെ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത് റിനി ആൻഡ് ജോർജ് പറഞ്ഞ ആരോപണത്തിൻ്റെ പേരിലാണല്ലോ. റിനി ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള പേര് പോലും ഉപയോഗിച്ചിരുന്നില്ല. പകരം ഹൂ കെയർസ് എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ഉപയോഗിച്ചിരുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഒരു പരാതി വെച്ചത്. ആ പരാതി തന്നെ അവർ പറയുന്നത് അവർക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി, പക്ഷേ ആ മോശം അനുഭവം എനിക്ക് ഡീൽ ചെയ്യാൻ കഴിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഫയർ ചെയ്തും ഉപദേശിച്ചും ഞാനത് നിർത്താൻ ശ്രമിച്ചു, അത് നിർത്തി. പക്ഷെ ഞാൻ പറയുന്നത് മറ്റുള്ള കുറേയധികം കാര്യങ്ങൾ കൂടി കേൾക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കും കൂടി നീതി വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലൊരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത് എന്താണ്? ഞങ്ങൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു MLAക്ക് വേണ്ടി CPM എടുത്ത ഡിഫൻസ് ഞങ്ങൾ എടുത്തില്ല. ഞങ്ങൾ ഈ പറയുന്ന ബ്രിജ്ഭൂഷൺ സിംഗിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പോക്സോ കേസിൽ പ്രതിയായിട്ട് ഇപ്പോഴും BJPയുടെ പാർലമെന്ററി ബോർഡിനകത്തിരിക്കുന്ന യെദ്യൂരപ്പയോട് പറഞ്ഞ ഡിഫൻസ് ഞങ്ങൾ എടുത്തില്ല. ഈ ആരോപണം ഉണ്ടായി 24 മണിക്കൂർ എത്തുന്നതിന് മുമ്പ്, 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അസന്ദിഗ്ധമായിട്ട് പറഞ്ഞു, ഒരു കാരണവശാൽ ഇതിനകത്ത് വിട്ടുവീഴ്ചയില്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും, അതിന് ഞാൻ മുൻകൈ എടുക്കും എന്നുള്ളതാണ് പറഞ്ഞത്, ഇല്ലേ? ആരോപണ വിധേയൻ്റെ പേര് പോലും പറയാതെ, ഒരു പരാതിയില്ലാതെ ഇത്തരത്തിൽ നടപടിയെടുത്തിട്ടുള്ള ഒരു സംഭവം ഹാഷ്മിയുടെ ഓർമ്മയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ പുറത്തു വരുന്ന ഇപ്പോൾ കാണുന്ന സന്ദേശങ്ങൾ, പുറത്തു വരുന്ന ഓഡിയോ ക്ലിപ്പ്, പുറത്തു വരുന്ന 100 സ്ക്രീൻഷോട്ടുകൾ, വരാനിരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ, വരാനിരിക്കുന്ന സ്ക്രീൻഷോട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് മലവെള്ളപ്പാച്ചിൽ പോലെ. മാധ്യമങ്ങളിൽ വന്നതും ആ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളത് വ്യക്തമാവുകയും ആ ചർച്ചകളിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ആ നിലപാടെടുത്തു. ഹാഷ്മി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രഖ്യാപനം VD സതീശൻ നടത്തുന്നതിന്റെ തലേ ദിവസം രാത്രി നിങ്ങൾ ഒന്നും ചർച്ച ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതിയല്ല, ഇല്ലേ? സാധാരണ നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുന്നതാണല്ലോ. ഒരൊറ്റ ചാനലിൽ മാത്രമാണ് ആ ചർച്ച ഉണ്ടായത്. മറ്റൊരു ചാനലും ആ വിഷയം ചർച്ചയ്ക്കെടുത്തില്ല. എന്ന് വെച്ചാൽ രാത്രിയിലെ ചർച്ച, പ്രൈം ടൈം ചർച്ച പോലും ആകുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർട്ടി നൈതികമായ ഒരു നിലപാടെടുത്തു. ശരി, ആ നൈതികത MLA സ്ഥാനത്തിന് ബാധകമല്ലെന്ന ചോദ്യം. ശരി, ഞാൻ രാജു പി നായരിലേക്ക് എത്താമേ. രാജു പി നായരുടെ ഫോൺ ഒന്ന് കട്ടായിട്ടുണ്ട്. ഓക്കെ, രാജു പി നായർ, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ നൈതികത അത് MLA സ്ഥാനത്തിന് ബാധകമാകുന്ന നൈതികതയല്ലേ? അവിടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് ഈ ഉയർന്നു വരുന്ന ഗുരുതരമായ പരാതികളുടെ പേരിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ ഇറക്കി വിടുന്നു നിങ്ങൾ, നല്ല കാര്യം. പക്ഷെ ആ നൈതികത MLA സ്ഥാനത്തിന് ബാധകമല്ലേ? അത് ചോദിക്കുമ്പോൾ നിങ്ങൾ മുകേഷെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണ്, രാജു പി നായർ? ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് വെച്ച് കട്ടായി പോയി. അപ്പം ഞാൻ പറഞ്ഞത് എവിടെ വരെയാന്ന് എനിക്ക് അറിയില്ല. കേട്ടത് താങ്കൾ പറഞ്ഞത് മുഴുവൻ കേട്ടു. താങ്കൾ പറഞ്ഞ മുഴുവൻ കേട്ടു. എന്റെ ചോദ്യം അതല്ലായിരുന്നു. എന്റെ ചോദ്യം താങ്കൾ പറഞ്ഞ നൈതികത മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്ത് ഇറക്കി വിട്ട നൈതികത, ആ നൈതികത MLA സ്ഥാനത്ത് ഇറക്കി വിടാൻ ഒരു നൈതികതയാവുന്നില്ലേ? അതെങ്ങനെയാണ് ശരിയാവുക, രാജു പി നായർ? ഞാൻ അതിലേക്ക് എത്താം. അപ്പോൾ നോക്കൂ, ഞങ്ങൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവോ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവോ ഒരു ചർച്ചയിലോ ഒരു മൈക്കിന് മുൻപിലോ പോലും വന്നിട്ട് ആ ഉന്നയിക്കപ്പെടുന്ന സ്ത്രീക്കെതിരെ ആരോപണം ഉന്നയിക്കുകയോ അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മുകേഷ് ചെയ്തില്ലല്ലോ, മറ്റവർ ചെയ്തില്ലോ എന്നുള്ള വാട്ടബൗട്ടറി പോലും പറയാതെയാണ് ആ രാജി വെക്കണം എന്നുള്ള നിലപാടിലേക്ക് ഞങ്ങൾ എത്തിയത്. അത് ഒരു പ്രസ്ഥാനത്തിനെടുക്കാൻ കഴിയുന്ന നിലപാടാണ്. വളരെ കൃത്യമായിട്ട് പ്രസ്ഥാനം സന്ദേശം കൊടുത്തിരിക്കുന്നു, ഈ കാര്യത്തിൽ ഇദ്ദേഹത്തിനെ ഞങ്ങൾ സംരക്ഷിക്കില്ല.
ഞങ്ങൾ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നു. രാജു പി നായർ ഇതൊക്കെ പുറത്തേക്ക് വരുമ്പോഴാണ് ഇല്ലല്ലോ ഒരു മിനിറ്റ് രാജു പി നായർ ഇതൊക്കെ ഇല്ല രാജു പി നായർ ഇതൊക്കെ പുറത്തേക്ക് വരുന്നതാണ്. ഈ റിനി എന്താണ് റിനി ഈ പറയുന്ന നടി അത് പുറത്തു പറയുമ്പോൾ മാത്രം അറിയുന്നതല്ല. രാജു പി നായർ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇത്രത്തോളം അതിഗുരുതരമായ പരാതികൾ അതിനുശേഷം മലവെള്ളപ്പാച്ചിൽ പോലെ രാഹുലിനെതിരെ പുറത്തേക്ക് വരണമെങ്കിൽ പാർട്ടി ഒന്നും അറിഞ്ഞില്ല അതിനു മുമ്പ് എന്ന് കരുതണോ രാജു പി നായർ? ഹാഷ്മി ഒന്നും അറിഞ്ഞില്ല എന്ന് കരുതാൻ പറ്റുമോ? ഹാഷ്മി ഒന്നും അറിഞ്ഞിരുന്നില്ല എന്ന് കരുതാൻ പറ്റുമോ? അല്ല ഞാൻ അറിയുന്നതും പാർട്ടി രണ്ടല്ലേ? മാധ്യമങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അല്ലല്ല രാജു പി നായർ ഞാൻ അറിയുന്നതും പാർട്ടി അറിയുന്നതും രണ്ടാണ്. അല്ലല്ല ഞാൻ ചോദിക്കുന്നത് അല്ലല്ല ഞാൻ അറിയുന്നതും ഒരു സാധാരണക്കാരൻ അറിയുന്നതും രാജു പി നായർ വ്യക്തിപരമായി അറിയുന്നതും പാർട്ടി മൊത്തത്തിൽ അറിയുന്നതും രണ്ടാണ്. പറയട്ടെ ഹാഷ്മി പറയട്ടെ. പാർട്ടിക്ക് ഇതിന് മുമ്പുണ്ടായ കാര്യങ്ങൾ പാർട്ടി അറിഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ പറയുന്നു ഇല്ലേ? മാധ്യമങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്തായാലും എന്നെ കൊണ്ട് തുറന്ന് പറയിപ്പിക്കേണ്ട. പക്ഷെ ആരോപണം ഉന്നയിക്കപ്പെട്ടവരിൽ മാധ്യമത്തിനകത്ത് വരെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ അറിഞ്ഞല്ലോ. മാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് ആണല്ലോ, രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ കറക്റ്റ് ചെയ്യേണ്ടവരാണല്ലോ. നിങ്ങളൊരു വാർത്ത പോലും അത് ചെയ്തില്ലല്ലോ. ഇല്ല വാർത്ത ചെയ്യുന്ന രാജു പി നായർ വാർത്ത കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇല്ല വാർത്ത കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? വാർത്ത കൊടുക്കുന്നത് ഒരു പരാതിക്കാരി മുഖമായി വന്ന് നിൽക്കുമ്പോഴേ വാർത്ത കൊടുക്കാൻ പറ്റൂ. അല്ല സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന സാധനം ഉണ്ടെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കാൻ പറ്റില്ലല്ലോ. ദേശാഭിമാനി കൊടുക്കാൻ പറ്റൂ. പക്ഷെ പാർട്ടിക്ക് അങ്ങനെ അറിഞ്ഞാൽ പോരാ. ഇല്ല രാജു പി നായർ സോഷ്യൽ മീഡിയ അല്ല പാർട്ടിക്ക് അത് കണ്ടെത്താനുള്ള വഴികൾ ഉണ്ടാവണം. ഇത് പുറത്തു വരുന്നതിനും അന്വേഷിക്കാനുള്ള വഴികൾ പാർട്ടിക്ക് ഉണ്ടാവണം. ഹാഷ്മി കോൺഗ്രസിന് വേണ്ടി ഇപ്പൊ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ വേണ്ടിയിട്ടുള്ള ഒരു നീതിയുടെ ബാർ അങ്ങ് ഏറ്റവും മേളിലേക്ക് കൊണ്ട് വെച്ചിരിക്കുകയാണ്. നല്ല കാര്യമാണ്. ഈ കോൺഗ്രസിൽ നിന്ന് ഇതിനെല്ലാം അപ്പുറം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുള്ള അഭിമാനകരമാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ നോക്കൂ, ഒരു പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഞങ്ങൾ മാറ്റണം, കേട്ടറിവിന്റെ പേരിൽ മാറ്റണം എന്ന് പറഞ്ഞാൽ അത് അല്പം കടന്ന കൈയാണെന്ന് അങ്ങേക്ക് തന്നെ അറിയാം. ഒരു പെൺകുട്ടി ഇതിനകത്ത് വന്ന് അവരനുഭവിച്ചത് പോലുമല്ല, മറ്റുള്ളവരനുഭവിച്ചതിൽ ഈ ആൾക്ക് ബന്ധമുണ്ട് എന്നുള്ള എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിന് അനുഭവം ഉണ്ടായ പെൺകുട്ടി പോലും അല്ല പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു പരാതി ഒരു മുഖം വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. 24 മണിക്കൂറിൽ ഞങ്ങൾ നടപടിയെടുത്തില്ലേ? ഇതിനപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് എന്താ ചെയ്യാൻ സാധിക്കുക? എം എൽ എ പദവി കേവലം പാർട്ടിയുടെ സ്ഥാനമല്ല. പാർട്ടിയുടെ പ്രതിനിധിയാണെങ്കിലും പാലക്കാടിനെ സംബന്ധിച്ചുള്ള ആ നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയാണ്. ഇനി ഒരു 7 മാസം കൂടിയുണ്ട്. ആ 7 മാസത്തിനിടയ്ക്ക് അവരുടെ ഒരു MLA പ്രാതിനിധ്യവും അവർക്ക് ലഭിക്കേണ്ട ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഒരു പരാതി പോലും ഇപ്പോഴുമില്ല. നിങ്ങൾ പറയുന്നത് ഒരു പരാതി പോലും ഇല്ലാതെ MLA സ്ഥാനം കൂടി രാജിവെക്കാനാ പറയുന്നത്. രാജു പി നായർ വരുന്ന പരാതികളുടെ എണ്ണം താങ്കൾക്ക് അറിയാത്തതല്ല. വരുന്ന പരാതികളുടെ അല്ലെങ്കിൽ കേസില്ല. എന്തുകൊണ്ട് ഈ പറയുന്ന ആരും കേസിലേക്ക് പോകുന്നില്ല എന്നതും ചോദ്യമാണ്. ശരി, പക്ഷെ പുറത്തേക്ക് വരുന്ന സ്ക്രീൻഷോട്ടുകൾ, പുറത്തേക്ക് വരുന്ന ഓഡിയോ ക്ലിപ്പുകൾ എന്റേതല്ല എന്ന് രാഹുൽ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ MV ഗോവിന്ദൻ എന്താ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാത്തത്? എന്താ MV ഗോവിന്ദൻ രാജി ആവശ്യപ്പെടാത്തത്? എന്തുകൊണ്ടാ? അത് മുകേഷ് MLA ഇരിക്കുന്നതുകൊണ്ട്. എന്റെ ചോദ്യം അത് മുകേഷ് MLA ഇരിക്കുന്നതുകൊണ്ടാണ്. അത് അവരുടെ ഗതികേടാണ് രാജു പി നായർ. പക്ഷേ ആ ധാർമ്മികത കോൺഗ്രസ് ധാർമ്മികതയാക്കാൻ പറ്റുമോ? പക്ഷെ ഞാൻ ഹാഷ്മിയോട് ഒരു വാദത്തിന് വേണ്ടി ഒരു കാര്യം ചോദിക്കട്ടെ. ദയവ് ചെയ്ത് കട്ട് ചെയ്ത് ഇതാന്ന് പറയുന്നത് വാദത്തിന് വേണ്ടി മാത്രം ഞാൻ ചോദിക്കുകയാണ്. ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണെന്ന് ഹാഷ്മിക്ക് എങ്ങനെ പറയാൻ പറ്റും? പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത്? അപ്പൊ അവിടെയാണ് ചോദ്യം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പോലും പറയാതെ ഹൂ കെയർസ് എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ എനിക്കല്ല മറ്റു കുട്ടികൾക്കുൾപ്പെടെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് പാർട്ടി ഒരു പരാതിയായി സ്വയം ഏറ്റെടുത്ത് രാജിവെപ്പിച്ച പാർട്ടിയോട് ഹാഷ്മി, അപ്പുറത്ത് മുകേഷ് ഉൾപ്പെടെയുള്ള, ഞാൻ വാട്ടപ്പെട്ടറിലേക്ക് പോകുന്നില്ല, പക്ഷെ പറയേണ്ടി വരും. കാരണം പാർട്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു. എന്നിട്ടും പാർട്ടിയെ അതിനകത്ത് കുറ്റപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കേണ്ടി വരും. ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു സ്ത്രീയുടെ പരാതി അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെയുള്ള അതിക്രമം എന്ന് പറയുന്നത് ഒരു കാരണവശാൽ മറ്റുള്ളവരുടെ വാട്ടർ ബോട്ടിൽ വെച്ച് ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷെ ഒരു പാർട്ടിക്ക് ഈ ഘട്ടത്തിൽ
ചെയ്യാൻ കഴിയുന്നതിൻ്റെ എല്ലാം ചെയ്തതിനു ശേഷവും ആ പാർട്ടിയെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ പേരിൽ അതിനെ വീണ്ടും താറടിക്കുകയാണ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ താറടിക്കാൻ ആക്കുമല്ല ഹാഷ്മി. നല്ല മാതൃകകൾ സൃഷ്ടിക്കുമ്പോൾ അഭിനന്ദിക്കുന്നതും കൂടി ഓഡിറ്റിംഗ് ആണ്. നല്ല മാതൃകകൾ സൃഷ്ടിക്കുമ്പോൾ അഭിനന്ദിക്കുന്നതും കൂടി ഓഡിറ്റ്. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ അല്ല അത് ശരിയാണ്, അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കേസില്ലല്ലോ. അഭിനന്ദിക്കണ്ട. ശരി, ഞാൻ അഭിനന്ദിക്കുന്നു. പേര് പോലും അല്ല രാജു പിന്നർ ഞാൻ അഭിനന്ദിക്കുന്നു. അതിന് കാരണം എന്താണ്? വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ കേസില്ലല്ലോ, കേസ് വരട്ടെ അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞ് നിൽക്കാമായിരുന്നു. ആ സാങ്കേതിക പിടിച്ച് തൂങ്ങിയിൽ അഭിനന്ദിക്കുന്നു. പക്ഷേ ആ സാങ്കേതികതയിൽ പിടിച്ച് തൂങ്ങാതിരിക്കൽ MLA സ്ഥാനത്തിന് ബാധകമാണെന്നാണ് വ്യക്തിപരമായ ബോധ്യം. ഒരു സാങ്കേതികത്വത്തിൽ നിന്നില്ല. ആ സാങ്കേതികത്വം MLA സ്ഥാനത്തിന് ബാധകമാണെന്നാണ് എന്റെ വ്യക്തിപരമായ ബോധ്യം. നിങ്ങൾ അപ്പോൾ CPM കൂടത്തിലൊക്കെ നോക്കരുത്. എം മുകേഷ് ഉണ്ടല്ലോ എന്ന് ചോദിക്കരുത്. അതല്ല സ്ത്രീപക്ഷ രാഷ്ട്രീയം ആണോ? സർക്കാരിനെതിരെ നടത്തുന്ന ഏറ്റവും തീക്ഷ്ണമായ പ്രക്ഷോഭങ്ങൾ കാരണം CPM നടത്തിയ ഗൂഢാലോചനയാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങളുടെ നേതാവിനെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. പകരം ഒരു സ്ത്രീ പേര് പോലും ഉന്നയിക്കാതെ എന്നാൽ സമൂഹത്തിന് കൃത്യമായിട്ട് ഇന്ന ആളാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരു കാരണവശാൽ സംരക്ഷിക്കില്ല, അതിന് മുൻകൈ ഞാനെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് 24 മണിക്കൂറിനുള്ളിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് നടപടിയെടുത്ത ചരിത്രം ഹാഷ്മി ഇതിനു മുമ്പ് കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടെങ്കിൽ ഒന്ന് പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.